അനീഷിനെ ഭയക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്നവരല്ല, ഉള്ളവരല്ല, പുറത്തുള്ള കുറച്ച് PR ടീംസ് ആണ്. അവർക്കൊക്കെ ഒരു കോമണറെ ഭയമാന്നേ. സാധാരണക്കാരിൽ നിന്ന് ഒരാൾ ഈ സീസണിന്റെ വിജയകിരീടം നേടുമോ എന്നോർത്തുള്ള ഒരു ഭയം. അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ കാണാൻ ഇടയായി. ന്യായീകരിക്കാൻ വേണ്ടി എന്തും പറയാന്നുള്ളൊരു തോന്നലുണ്ട്. ഇങ്ങനെ വെള്ള പൂശി എനിക്കൊന്നുമില്ല, അനുമോൾ ഇനി വെളുത്ത് വെളുത്ത് വെള്ളപ്പാണ്ടാവും എന്നാണ് തോന്നുന്നത്. അവിടെ അവരെപ്പോ ഉള്ളവർ മറന്നു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. തമാശ കളിച്ചു, അല്ലെങ്കിൽ ഗോഷ്ഠികളും ചേഷ്ടകളും കാണിച്ച് ഒരു മനുഷ്യനെ ഹോപ്പ് കൊടുത്തു, ഫ്ലേർട്ട് ചെയ്തു. ആ ഒരു വാദത്തെ പാടെ തള്ളിക്കളഞ്ഞിട്ടാണ് അനീഷിനെ കുത്തിയിരുന്ന് ഡീഗ്രേഡ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിനെ പാടെ അങ്ങ് നിഷേധിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല. അനീഷ് കരിക്കളം നീക്കി അനുമോളുടെ ജീവിതം വെച്ച് ഗെയിം കളിച്ചു എന്നാണ് പറയുന്നത്. എന്ത് ഗെയിം കളിച്ചു എന്ന്? അനുമോളുടെ കൂടെ നടന്ന നൂറയ്ക്ക് പോലും, അനുമോളുടെ കൂടെ ഇപ്പോഴും ഉള്ള നൂറയ്ക്ക് പോലും മറിച്ചൊരു അഭിപ്രായം കാണും. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരു വർത്താനമില്ല. നൂറ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല കേട്ടോ. ഞാൻ അതിനെ പറ്റി പറയാം. ഷാനവാസിന് തോന്നിയിട്ടുണ്ട് കണ്ടന്റിന് വേണ്ടി അനീഷിനെ അനുമോള് മുതലെടുത്തിട്ടുണ്ട് എന്ന്. ലാലേട്ടൻ എപ്പിസോഡിൽ ചർച്ചയാവാൻ വേണ്ടി അനുമോള് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഷാനവാസ് പറയുന്നുണ്ട്. അപ്പൊ അതൊരു വീടാണ്, ഗെയിം ഷോയും കൂടിയാണ് എന്നുള്ളേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് എ ഹൗസ്. ആ വീടിനകത്ത് താമസിക്കുന്ന അവിടുത്തെ അന്തേവാസികളായിരുന്നു ഈ 90 ദിവസവും എത്ര ആളുകളാ. അനീഷ് എന്താണെന്നും അനുമോൾ എന്താണെന്നും ഷാനവാസിനെക്കാട്ടിലും അല്ലെങ്കിൽ നൂറേനെക്കാട്ടിലും ഈ പറയുന്ന PR-കൾക്ക് അല്ലെങ്കിൽ എനിക്ക് പോലും അറിയണം എന്നില്ല. അവിടെ പ്രേമം മുട്ടിട്ടുകൂടാ. ഗെയിമിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തതെന്ന് എങ്ങനെ നിർബന്ധം പിടിക്കാനായിട്ട് പറ്റുവാണ്ട്? ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഓരോ ഇൻസിഡന്റും ഓരോ ഇന്ററാക്ഷനും ചെറിയ ചെറിയ കാര്യങ്ങളും എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കാതെയാണ് ഇവരൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. ആദ്യം മനസ്സിലാക്കുക. 24/7 മര്യാദയ്ക്ക് കാണുന്നില്ല. അനുമോൾക്ക് വേണ്ടി ഇരവാദം മുഴക്കുന്ന ടീംസ് കാണാതെ പോകുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ ഓരോ റീലിന്റെ രൂപത്തിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ പോയി നോക്കിയാൽ കാണാം. നൂറ, ഷാനവാസ് ഇവർക്ക് പോലും തോന്നി അനുമോള് പ്രതീക്ഷ കൊടുത്തു, അനുമോള് ഫ്ലേർട്ട് ചെയ്തു എന്ന്, അനുമോള് കോണ്ടന്റിന് വേണ്ടി അനീഷിനെ മുതലെടുത്തു എന്ന്. പക്ഷെ അനുമോളുടെ PR എടുത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ മടി. ഇന്നലെ രാത്രി തന്നെ നടന്നൊരു സംഭവം പറയാം. നെവിനോട് ഈ ഒരു വിഷയം പറയുന്നു. നെവിനിലൂടെ കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് നടന്നു. അവർ ഓർക്കുന്നത് എന്താണ്? പട്ടാഗേൾസ് ഓർക്കുന്നത് എന്താണ്? ഷാനവാസും അനീഷും കൂടെ ഭയങ്കര ചർച്ചയായിരിക്കും, അനുമോളെ പറ്റി ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. ഒന്നുമല്ല, അവരുടെ ലൈഫിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അവരങ്ങനെ ഹൗസ് മേറ്റ്സിനെ പറ്റി ആരെയും അങ്ങനെ ചർച്ച ചെയ്യാറില്ല. ഷാനവാസ് പറയുകയാണെങ്കിൽ തന്നെ അനീഷ് കേട്ടിരിക്കും. പക്ഷെ അവർ ഓർക്കുന്നത് എന്താണോ? അനുമോളെ പറ്റിയാണ് കുലങ്കുഷമായി ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവര് നെവിനെ വിടുന്നു. അവര് സംസാരിക്കുന്ന ലവും പ്രപ്പോസലും ആ കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നെവിന്റെ അടുത്ത് തന്നെ ദേഷ്യപ്പെടുന്നു. എന്നുവെച്ചാൽ നെവിൻ അത് പോയി ദൂതായിട്ട് പോയി പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേട്ടിട്ട് ഇവര് ദേഷ്യപ്പെടുന്നു. നെവിൻ അങ്ങനെ പോയി തമാശ പറയും, തമാശ ഉണ്ടാക്കുന്നു. ഇവർക്ക് ഇത്രയ്ക്ക് അറിയാൻ മേലായിരുന്നു. അല്ല, ഇവരുടെ കാര്യം ഞാൻ പരിതാപകരമാണ് കേട്ടോ. പ്രത്യേകിച്ച് അനുമോളുടെ കാര്യം പരിതാപകരം എന്ന് വേണം പറയാനായിട്ട്. ഇങ്ങനെയൊരു ഡ്രാമ കളിക്കുന്ന ഇങ്ങനെയൊരു മത്സരാർത്ഥി ഒരു സീസണും കണ്ടിട്ടില്ല. പിന്നീട് സ്വന്തം ബെഡില് ഉറങ്ങാതെ ഊഞ്ഞാലിന്റെ അവിടെ പോയി ഒരു വേഴാമ്പലിനെ പോലെ ഇരിക്കുന്നു. അനീഷ് പോയി വിളിച്ചിട്ടാണ് അനുമോള് സ്വന്തം ബെഡിലേക്ക് പോയത്. എന്നിട്ടും അവിടെ കിടന്ന് ഉറങ്ങുന്നില്ല. അവിടെ ഇരുന്ന് ഇച്ചിരി ഡ്രാമ കളിച്ച് കൊഞ്ചിക്കൊഴഞ്ഞ് എന്തൊക്കെയോ ഫേസ് വെച്ച് കാണിച്ചിട്ട് നൂറയുടെ കൂടെ ഇരുന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നൂറയുടെ അഭിപ്രായം ഇതിനകത്ത് എടുത്തു പറയണം. അനീഷേട്ടന് നിന്റെ തമാശകളൊന്നും തമാശയായിട്ട് തോന്നിയിരുന്നില്ല എന്ന് തന്നെയാണ് നൂറ പറയുന്നത്. അവിടെ തന്നെ അനുമോളുടെ പ്രമുഖനായ PR എക്സ്പോസ്ഡ് ആയി. അതിൽ കൂടുതൽ തെളിവ് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ അതും തരാം. എത്ര തെളിവ് വേണമെങ്കിലും അണ്ണന് ഞാൻ തരാം. അത് അണ്ണൻ സ്വീകരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അനീഷ് കരിക്കള് നീക്കി ചെസ് കളിക്കുന്ന രീതിയിൽ കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അനീഷ് പുതപ്പിന്റെ ഉള്ളിൽ നിന്നും ഹാർട്ട് കാണിച്ച് I love you പറഞ്ഞു എന്നുള്ളൊരു പച്ചക്കള്ളം ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞത് ആരാണ്? വീക്കെൻഡ് എപ്പിസോഡിൽ സുഹൃത്ത് എന്ന ലാലേട്ടന്റെ അടുത്തും പിന്നെ ചേട്ടനും ആദിലയുടെ അടുത്ത് മാറ്റി പറഞ്ഞ് മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം പൊട്ടം കളിപ്പിച്ചത് ആരാണ്? അനീഷ് ചോദിച്ച ചോദ്യത്തിന് ക്ലിയർ ആയ ഒരു ഉത്തരം കൊടുക്കാതെ പ്രാരാബ്ദം എല്ലാം കൂടെ വിളമ്പി പിന്നീട് വഴക്കിട്ടിരുന്ന ആദിലാനൂറമാരുടെ അടുത്ത് പോയിരുന്ന അനീഷിനെ പരിഹസിച്ചത് ആരാണ്? ഇവര് PR-ന് കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന അനുമോള് തന്നെയാണ്, വേറെ ആര്? ഇതിലൊക്കെ അനീഷിന്റെ ഗെയിം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പോഴൊന്നും അല്ല ഈ ഗെയിം പുറത്ത് വരേണ്ടിയിരുന്നത്. 76-ാമത്തെ ദിവസം തന്നെ അനീഷ് കളിച്ചു തുടങ്ങിയതിനെ. അത്രയ്ക്കും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് അങ്ങനെ ലേറ്റ് തോട്ട്സ് ഒന്നും വരാറൊന്നുമില്ല. ഗെയിം കളിക്കണമെന്ന് തോന്നുന്ന ആ മിനിറ്റ് പുള്ളി കളിക്കും. മനസ്സിലായില്ലേ? ഫിനാലിക്ക് ഒരാഴ്ച ബാക്കി നിൽക്കുക ഇങ്ങനെ ഒരു ആക്ട് ചെയ്യാൻ മാത്രം മഹാനടനൊന്നും അല്ല അനീഷ്. വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഷാനവാസിനെ പോലത്തെ ഒരു ആക്ടറൊന്നും അല്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അങ്ങനെ ഒരു സെറ്റിങ്ങിൽ നിന്നും വന്ന, റൂറൽ സെറ്റിങ്ങിൽ നിന്നും വന്ന ഒരു വ്യക്തി.
സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏഷ്യനെറ്റ് ടെലിവിഷൻ അവാർഡ് നേടിയ മറ്റേ നടനോ ഒന്നും അല്ല. അതുകൊണ്ട് ഇങ്ങനെ ഭയപ്പെടല്ലേ അണ്ണ. നിങ്ങൾ എന്തിന് അനീഷിനെ ഭയപ്പെടുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനീഷിനെ എന്തിന് പേടിക്കുന്നു? അനീഷ് സാധാരണക്കാരിൽ ഒരാളാണ്. ഞാൻ കോമൺ റെക്കോർഡ് ഇറക്കുവാണെന്ന് തന്നെ വെച്ചോ, അനീഷിന് വേണ്ടി അനീഷിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വളരെ കുറച്ച് പേരെ ഈ ഒരു സ്പേസിൽ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അദ്ദേഹം ഒരു മികച്ച ഗെയിമറാണ്. പക്ഷെ അനുമോള് കളിച്ചതുപോലെ ആരുടെയും ഫീലിങ്സ് വെച്ച് കളിച്ചിട്ടില്ല എന്ന് മാത്രം. തെളിവ് സഹിതം പൊക്കിയിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ട് അനുമോളുടെ തലയ്ക്ക്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ ഒരു അനുഭവമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇട്ടതായിരുന്നു. പിന്നെ അനുമോള് നൂറയുടെ അടുത്തിരുന്ന് രാത്രി പറയുന്ന വേറൊരു കാര്യം, ഇത് കേട്ട് PR അണ്ണന്മാരാരും ഞെട്ടരുത് കേട്ടോ. ഇതാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ്. എന്റെ വീട്ടുകാർ എന്നോട് ചോദിക്കും, ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ട് എന്തിന് റിജക്ട് ചെയ്തു എന്ന്. നൂറയുടെ അടുത്ത് കടന്ന് അനുമോള് പറയാണ്, മൈക്കൊക്കെ മാറ്റി വെച്ച് പയ്യെ പറയായിരുന്നു, നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് കൊണ്ടല്ലേ എന്ന് എന്റെ അടുത്ത് ചോദിക്കും. അത് അച്ഛനമ്മയൊന്നും അല്ല, എന്റെ റിലേറ്റീവ്സിന്റെ കാര്യമാണ് പറയുന്നത്. അനുമോളുടെ വാക്കുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. കാട്ടിക്കൂട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുമോൾ തന്നെ തോന്നുന്നുണ്ട് കാട്ടിക്കൂട്ടലായിരുന്നു. അത്രയും ദിവസം 76ാമത്തെ ദിവസം തൊട്ട് തുടങ്ങി ഈ ദിവസം വരെ ഉണ്ടായിരുന്നതെല്ലാം കാട്ടിക്കൂട്ടലുകളായിരുന്നു. അനീഷിനെ വെച്ച് കോണ്ടന്റുകൾ ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്തോന്ന് പറയാനാണെന്ന് പറ. PR-കൾക്ക് ഇതും വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ വേണമെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ അതിന്റെ വഴിക്കങ്ങ് നടന്നോട്ടെ. ഒറ്റപ്പെടൽ ഗെയിം കളിച്ചു, വിക്ടിം ഗെയിം കളിച്ചു, അതേപോലെ അനുമോള് ഒറ്റപ്പെടുത്താൻ വിടാതിരുന്നത്, ഇതിനെയൊക്കെ ഗെയിമായിട്ട് വേണേൽ കണക്കാക്കാം. അനീഷിന്റെ ബ്രില്യൻ ഗെയിമുകളിൽ തന്നെ കണക്കാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഒരു വിവാഹ അഭ്യർത്ഥന, പ്രേമമല്ല, ഡേറ്റ് അല്ല, കൊഞ്ചിക്കൊഴയാനുള്ള പെർമിഷൻ അല്ല, മെച്യൂർ ആയിട്ടുള്ള വ്യക്തികൾ മാത്രം സംസാരിക്കുന്ന വിവാഹ അഭ്യർത്ഥന, അത് ലീഗ് വേറെയാണ്. അതൊക്കെ ചോദിക്കാൻ ഒരു ചില്ലറ ധൈര്യമൊന്നും പോരാ. അതിനെയൊക്കെ പിടിച്ച് വെറുതെ അനീഷിന്റെ ഗെയിമാണ്, 100% ഗെയിമാണ്. എനിക്ക് ചിരിയും കൂടെ വന്നു കേട്ടോ. ഇത്രയ്ക്ക് വിരോധവും ഭയവും ആണോ അനീഷ് എന്ന് പറയുന്ന ആ ഒരു സാധാരണക്കാരനെ? സാധാരണക്കാരെന്ന് തന്നെ ഞാൻ പറയും. ഇത്രയ്ക്ക് ഭയമാണോ? PR എടുത്തിരിക്കുന്ന കണ്ടസ്റ്റന്റ് ജയിക്കില്ല എന്ന് തോന്നിയപ്പോ കുത്തിയിരുന്ന് ഡീഗ്രേഡ് ചെയ്യുവാണോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്തായാലും അനുമോളുടെ വായിൽ നിന്ന് തന്നെ വന്നു സംഭവം. സത്യം അനുമോളുടെ വായിൽ നിന്നും തന്നെ പ്രേക്ഷകരെല്ലാവരും കേട്ടു. ലൈവ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെല്ലാവരും കേട്ടു. അനുമോളുടെ വായിൽ നിന്ന് തന്നെ കേട്ടു. ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം കണ്ടിട്ട് അനുമോളുടെ റിലേറ്റീവ്സ് ചോദിക്കുമെന്ന്, നല്ലൊരു ആലോചന വന്നിട്ട് നീ എന്തിന് നോ പറഞ്ഞു? അനുമോള് പറഞ്ഞ കാര്യങ്ങൾ ലൈവ് കേട്ടവർക്ക് കറക്റ്റ് അറിയാം. എന്റെ ഫാമിലിയില് അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്നവര് കാണും. ഞാൻ അനീഷിനോട് നോ പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇതാണ് അനുമോള് ചോദിച്ചത്. അവരൊക്കെ എന്നോട് ചോദിക്കും, നീ കണ്ണും കൈയും ഒക്കെ കാണിച്ചിട്ടല്ലേ അയാൾ ഇഷ്ടപ്പെട്ടത് എന്ന്. ഇത് പുറത്തേക്ക് വന്ന കാര്യങ്ങളാണ്, ഔട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് മുക്കിയിട്ട് പറയാനായിട്ട് പറ്റുന്നത്? ഞാൻ അറിയാൻ മേലാഞ്ഞൊരു ചോദിക്കുകയാണ്, എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? PR അണ്ണന്മാരുടെ അടുത്താണ് എങ്ങനെ സാധിക്കുന്നു? മുക്കിയിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നു? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അനുമോൾക്കും അറിയാം ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു വിവാഹ അഭ്യർത്ഥന ആയിരുന്നു. അത് കണ്ടിട്ട് കാട്ടിക്കൂട്ടലുകളെല്ലാം കൂടി കണ്ട് പിന്നെ ആ ഒരു വിവാഹാഭ്യർത്ഥനയും കൂടെ ചേർത്ത് വെച്ചിട്ട് റിലേറ്റീവ്സ് എല്ലാവരും ചോദിക്കും, എന്തിന് നീ റിജക്ട് ചെയ്തു എന്ന് ചോദിക്കും. സിമ്പിൾ കാര്യങ്ങൾ എന്തിനാണ് ഗെയിം ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്? ഇതൊരു ഗെയിം ഷോ ആണ്. പക്ഷെ ഗെയിം കാണുമ്പോൾ ഗെയിം ആണെന്ന് പറയുക, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കാണുമ്പോൾ റിയൽ ആണെന്ന് പറയുക. അല്ലാതെ വളച്ചൊടിച്ച് ക്ലയന്റുകളെ രക്ഷിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറയുന്ന പരിപാടി നിർത്താനായിട്ട് ശ്രമിക്കുക. അതെനിക്ക് പറയാനുള്ളൂ ഈ അവസരത്തില്. അനീഷിന്റെ ഗെയിമും അല്ല, ഒരു ചുക്കും അല്ല. അത് അനുമോളുടെ വായിൽ നിന്നും തന്നെ കേട്ട സ്ഥിതിക്ക് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അനീഷ് അവിടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല. ഈ വിവാഹാഭ്യർത്ഥന കേസിൽ ഒരു ഗെയിമും അനീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല.